അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺലൈക്ക് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ കിടക്കാച്ചായിട്ടുള്ള ഒരു ഏണിംഗ് ആപ്ലിക്കേഷനാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ വീഡിയോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷനും കാര്യമൊക്കെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഇതിൽ രജിസ്ട്രേഷനും കാര്യം ചെയ്യാതെ എടുക്കാം എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാൾപേപ്പർ ഉണ്ടാവും, വാൾപേപ്പറിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലൊരു ഫേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റപ്പ് വാൾപേപ്പർ എന്നല്ല, അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഷെയർ വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മേലെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളോട് ചോദിക്കുന്ന കുറച്ച് പെർമിഷൻസും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ച നിങ്ങളൊന്ന് സെറ്റപ്പ് ഷെയർ വാൾപേപ്പർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നമ്പർ നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ഓപ്ഷനിൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ എങ്ങനെ ഏൺ ചെയ്തെടുക്കാം എന്നുള്ള ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇവിടെ സ്റ്റാൻഡാ ഗിഫ്റ്റ് ഉണ്ട്, അതുപോലെ സ്റ്റാൻഡാ സ്പിന്ന്, സ്റ്റാൻഡാ സ്ക്രാച്ച്, അതുപോലെ സ്റ്റാൻഡാ വാച്ച് വീഡിയോ, അതുപോലെ തന്നെ സ്റ്റാൻഡാ പ്രൊമോ കോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. 3 ഓപ്ഷൻസാണ് ഇവിടെ ഏണിങ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റത്തെ ഏണിങ്സ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റാൻഡാ ഗിഫ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏകദേശം 25 ടാസ്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓപ്പൺ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടോ. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ആഡ് ലോഡായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആഡൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കോയിൻസും കാര്യം അവിടെ ആഡ് ആകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കോയിൻസ് ആഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ഏകദേശം 9 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 സെക്കൻഡ് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കൊടുത്ത അടുത്ത ടാസ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, അവിടെ ഓപ്പൺ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ടാസ്ക് ഇതുപോലെ ചെറിയൊരു ആഡ് ലോഡായി കഴിയുമ്പോഴത്തേക്കും കഴിയുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ആഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ആയിട്ടില്ല, അപ്പോൾ ഓപ്പൺ ആക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ആക്കണം, മസ്റ്റായിട്ട് ഓപ്പൺ ആക്കണം. ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോവുക. നിങ്ങൾ പറയുന്ന ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രാക്ക് ആയില്ല. അതുകൊണ്ട് നിങ്ങൾ റിയൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയും. അത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡയറക്റ്റ് മെയിൻ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ആഡ്സ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കോയിൻസും കാര്യം അവിടെ പക്കയായിട്ട് ആഡ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുമ്പോൾ അതുപോലെ നിങ്ങളെ കംപ്ലീറ്റ് കേട്ടോ. അപ്പം ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ 25 ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാൻഡാ സ്പിന്നുണ്ട്, ഞാൻ സ്റ്റേൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് 5 സ്പിൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്പിൻ വീൽ എന്ന് പറഞ്ഞ സെൻട്രലായിട്ടൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്പിന്നാകുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കോയിൻസിൻ്റെ മേലെ പോയി ക്ലിക്കും, ചെറിയൊരു ആഡ് ലോഡാവും. ജസ്റ്റ് അന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികം നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ട, സിമ്പിളായിട്ട് ആഡ് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കോയിൻസൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തായാലും അടുത്ത സ്പിന്നിന് ഇത്ര സെക്കൻഡ്സ് ഉണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സ്ക്രാച്ചാണ്. സ്ക്രാച്ചും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രാച്ച് ചെയ്യാനായിട്ട് ഇവിടെ എനിക്ക് സ്ക്രാച്ച് ബട്ടൺ ഉണ്ട്. നിങ്ങൾ അവിടെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലൊരു കോയിൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെറിയൊരു ആഡ് ലോഡാവും. അതും അങ്ങ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും കോയിൻസും കാര്യങ്ങളുടെ വാലറ്റിലോട്ട് ആഡ് ആകുന്നതായിരിക്കും കേട്ടോ. അത്ര സിമ്പിൾ ട്രിക്കാണ് ഇവിടെ വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അധികം ഒന്നും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അധികം ട്രൈ ചെയ്യുക. ഓക്കെ, മാക്സിമം നിങ്ങൾ വിഡ്രോ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാച്ച് വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പ്രൊമോ കോഡും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല. ഡയറക്റ്റ് റെഡീമിലേക്ക് പോവാം. ഓക്കെ, റെഡീം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡയറക്റ്റ് റെഡീം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 200 കോയിൻസ് 2 റുപ്പീസ്, 400 കോയിൻസ് 400 രൂപയും, അതുപോലെ തന്നെ 500 കോയിൻസ് 1000 കോയിൻസ് 10 റുപ്പീസും, അതുപോലെ തന്നെ കുറച്ച് കോയിൻസ് ആയിട്ട് ഇവിടെ റെഡീം ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ വിഡ്രോ ചെയ്ത് നോക്കാം. വിഡ്രോ ഒക്കെ പക്കയായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പേടിഎം നമ്പറിൽ ഞാൻ 2 രൂപയാണ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളൊരു പേടിഎം നമ്പർ ചോദിക്കും. നിങ്ങൾ തെറ്റാതെ നിങ്ങളുടെ പേടിഎം നമ്പറും കാര്യം കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വിഡ്രോയിൽ ഇവിടെ സക്സസ്ഫുൾ ആവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ പേടിഎം ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. റിസീവ് അതിൻ്റെ പ്രൂഫ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പ്രൂഫ് നോക്കാം. പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾ നോക്കാൻ വേണ്ടി ബാലൻസ് ആൻഡ് ഹിസ്റ്ററി പേടിഎം ഓപ്പൺ ആക്കി ബാലൻസ് ആൻഡ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടില്ലമായിട്ട് കിട്ടിയിട്ടുണ്ട് പേയ്മെൻറ്റ്. ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യവും വന്നിട്ടുള്ളതിൻ്റെ പ്രൂഫ് ഇതാണ്. എനിക്ക് കിട്ടിയ ഏകദേശം 2 രൂപേൻ്റെ അടുത്ത് ഈ അപ്ലിക്കേഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ പേര് നോക്കാം. സ്റ്റാൻഡാ വാൾപേപ്പർ ഡേറ്റും കാര്യമൊക്കെ ചെക്ക് ചെയ്തോ. അപ്പോൾ
അടിപൊളി ലൂട്ടാണ്, ഇതാരും മിസ്സാക്കി കളയണ്ട. ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട്, അതല്ല നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ചെറിയ ലൂട്ടാണെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് കളയണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ആരെയും പറഞ്ഞു ബോറടിപ്പിക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.